ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും. അലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചക്കവടയാണ് ഉണ്ടാക്കാൻ പോണത്. നല്ല സോഫ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ചക്ക കൊണ്ട് എങ്ങനെ വട ഉണ്ടാക്കാമെന്ന് നോക്കാം. നല്ല സോഫ്റ്റ്നെസ് ഉള്ള നല്ല സ്മൂത്തി ആയിട്ട് നല്ല ക്രിസ്മസി ആയിട്ടുള്ള ചക്കവടയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ചക്കവട ഉണ്ടാക്കാൻ എന്തെല്ലാം സാധനങ്ങൾ ആവശ്യമുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കണം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല നെക്കിക്കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ്നെസ്സും നല്ല ഉഷാറായിട്ട് നമുക്ക് തിന്നാൻ പറ്റുന്ന ഒരു ചക്കവടയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചക്കവട നമ്മളെ വീട്ടിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. അതിന് നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ ചക്കയാണ്. ആ ചക്ക പഴഞ്ചക്ക, പച്ച പഴുക്കാത്ത പഴഞ്ചക്കയാണ് നമ്മൾ ഇതിന് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ കൂടുതൽ പഴുപ്പ് വന്നിട്ടില്ല. അപ്പോൾ ആ ചക്ക കൊണ്ടാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ ചക്കൻ്റെ ചുളകളൊക്കെ ഉരിച്ച് നല്ല ലെവലിൽ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 കിലോനാണ് ചക്ക എടുത്തിട്ടുള്ളത്. 1.5 കിലോ ചക്ക നല്ല കുരുവെല്ലാം കളഞ്ഞ് ഇതേ രൂപത്തിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 കിലോ അരിപ്പൊടിയാണ് വേണ്ടിയത്. 1/2 കിലോ അരിപ്പൊടി എടുക്കുക. പിന്നെ ഒരു 4 സവാള എടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് 3 കഷ്ണം ഇഞ്ചി ചെറുത്, പിന്നെ 4 പച്ചമുളക്, കറിവേപ്പില, കുരുമുളക്, ഒരു 2 സ്പൂണ് കുരുമുളക്, ഇത്രയും ചേരുവകൾ, പിന്നെ ചപ്പും പൊതിനയും വേണം. ഇത്രയും ചേരുവകളാണ് വേണ്ടത്. ഇനി നമുക്ക് ചക്ക നല്ല കഴുകിയിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. നല്ല വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളിത് വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല വെന്ത് വരുന്നതിന് മുന്നേ നമുക്ക് നമ്മളെ ചേരുവകളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേമാതിരി ഇഞ്ചിയൊക്കെ ചതച്ച് ചപ്പും പൊതിനൊക്കെ വെട്ടി, മുളകെല്ലാം ചെറിയ ചെറിയ പീസുകളാക്കി, കറിവേപ്പിലെല്ലാം ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് എല്ലാം കട്ട് ചെയ്ത് ചെറിയ ആംപ്ലേറ്റിന് അടിക്കുന്ന രൂപത്തിലാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ചക്ക വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഊറ്റിയെടുക്കാം. അപ്പോൾ ചക്ക നമുക്ക് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതേമാതിരി നല്ല വെന്ത് വന്നാൽ നല്ല പൂളക്കിഴങ്ങ് വെന്ത മാതിരി ഉണ്ടാവും. പച്ച ചക്കയാണ് നമുക്ക് ഇതിന് ആവശ്യം. നല്ല പഴുത്ത ചക്ക എടുക്കരുത്. പച്ച ചക്ക എടുത്തിട്ട് ഇതേമാതിരി വേവിച്ചെടുക്കുക. അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ ഇതേമാതിരി പൂളക്കിഴങ്ങ് വെന്തമാതിരി ഉണ്ടാവും. ഞാൻ എടുത്തിരിക്കുന്നത് പഴഞ്ചക്കയാണ്. പഴഞ്ചക്ക കൊണ്ടാണ് നമുക്ക് ഇതുണ്ടാക്കാൻ വളരെ ഈസി. 2 ചക്ക കൊണ്ട് ഉണ്ടാക്കുക, കുഴപ്പമൊന്നുമില്ല. പഴഞ്ചക്ക ആകുമ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ഉണ്ടാവും. ഒരു 1.5 കിലോ തൂക്കിയിട്ട് എടുത്തിക്കണം. അപ്പോൾ നമ്മളതെല്ലാം ഒരു വെള്ളമിട്ടിട്ട് നല്ല കുത്തി ഉടച്ചിട്ട് നല്ല പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കണം. അപ്പോൾ ഇതേമാതിരി നല്ല രീതിയിൽ കുത്തി ഉടച്ച് പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കുക. അപ്പോൾ ഇതേമാതിരി പേസ്റ്റ് നല്ല എത്രത്തോളം കുത്തി ഒടിക്കുന്നോ അത്രത്തോളം നമ്മളെ വടക്ക് നല്ല സോഫ്റ്റ് കിട്ടും. അപ്പോൾ ഇതേ ലെവലിൽ നല്ലോണം കുത്തി ഉടച്ച് നല്ല പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കുക. എത്രത്തോളം നമുക്ക് കുത്തി ഉടക്കാൻ പറ്റുമോ അങ്ങനെ പേസ്റ്റ് രൂപത്തിൽ നല്ല ലെവലിൽ ഉടച്ചെടുക്കുക. ഇനി നമുക്കിതെല്ലാം ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിതിൽ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചേരുവകൾ നമുക്കിതിലേക്ക് ചേർക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആ ചേരുവകളെല്ലാം നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 സവാളാണ് കട്ട് ചെയ്ത് വെച്ചത്. അത് 4 സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അടുത്തത് നമുക്ക് ഇഞ്ചി അതേമാതിരി നല്ലോണം ചതച്ച് വെച്ചതാണ്. അപ്പോൾ ആ ഇഞ്ചി ചതച്ച് വെച്ചത് ഇതേമാതിരി ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് ചപ്പും പൊതിനയും കട്ട് ചെയ്ത് വെച്ചതാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ പച്ചമുളക് ഒരു 4 എണ്ണം ഇതേമാതിരി ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ് വെച്ചത്, വേപ്പിൻ്റെ ഇല ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച അരിപ്പൊടിയാണ്. അരിപ്പൊടി ഒരു 1/2 കിലോ അരിപ്പൊടി. ഇത് നമുക്ക് കുരുമുളക് ഉണ്ടായിരുന്നു, കുരുമുളക് പൊടിച്ചതാണ് ചേർക്കുന്നത്. ഈ കുരുമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അരിപ്പൊടി 1/2 കിലോനാണ് അരിപ്പൊടി ചേർക്കേണ്ടത്. 1/2 കിലോ അരിപ്പൊടി. അപ്പോൾ 1.5 കിലോ ചക്കയിലേക്ക് 1/2 കിലോ അരിപ്പൊടി ചേർക്കുക.
ഇനി അരിപ്പൊടി ഇട്ട് നമുക്ക് കുഴക്കുന്ന ടൈമിൽ വെള്ളം കൂടുതലായിട്ടാണ് തോന്നുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കുറച്ച് അരിപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് വെച്ചിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് അങ്ങനെ വെള്ളം കൂടി വരികയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്കിതിലേക്ക് എന്ത് ചെയ്യുക, അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അത് പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിലേക്കൊരു 2 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പ് കുറവ് വരികയാണെങ്കിൽ വീണ്ടും ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ല രീതിയിൽ നമ്മൾ കുഴച്ചെടുക്കണം. ഇതിപ്പോൾ നല്ല ചൂടുണ്ടാവും. അപ്പോൾ അതൊക്കെ വെന്ത് വന്ന ടൈമാണ്. അപ്പോൾ കയ്യിൽ കൊണ്ടൊക്കെ ഒന്ന് ഇളക്കിയിട്ട് പിന്നെ നമുക്ക് കൈകൊണ്ട് നല്ല കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കണം. ഇതെല്ലാം നല്ലോണം യോജിപ്പിച്ച് ഉപ്പും മസാലകളെല്ലാം ഇതിൽ ചേർന്ന് നല്ല യോജിപ്പിക്കണം. സംഭവം ഇതേമാതിരി ചെയ്ത് നോക്കുക, നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടും. നല്ല വടയൊക്കെ നല്ല സ്മൂത്തായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള വടകൾ തന്നെയാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. ഇതേമാതിരി കുഴച്ചെടുക്കുക. നമുക്ക് ഇതേമാതിരി കൂടുതൽ ലൂസാകാനും പാടില്ല, ഓവറായിട്ട് ടൈറ്റ് ആവാനും പാടില്ല. ഇതിലേക്ക് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇതേമാതിരി നമ്മൾ മൊത്തം നല്ലോണം മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക. അപ്പം നമ്മൾ ഇതെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കൈയൊക്കെ നമ്മളെപ്പോഴും ഇത് ഉണ്ടാക്കുമ്പോൾ ലേശം കയ്യിൽ വെള്ളം തൊടിയിച്ചിട്ട് വേണം ഇതേമാതിരി ഉരുട്ടിയെടുക്കാൻ. ഉരുട്ടിയിട്ട് ഇങ്ങനെ നോക്കുക, കയ്യിൽ ഇങ്ങനെ വെച്ച് നോക്കുക. നല്ല ഇങ്ങനെ പരുത്തി കഴിഞ്ഞാൽ ഒരു ഹോൾസ് ഇടാൻ പറ്റുന്ന രൂപത്തിൽ ആയിരിക്കണം. ഇതേ ലെവലിലാണോ കിട്ടുന്നതെന്നുള്ളത് നോക്കുക. ഇനി നമുക്ക് ഫ്രൈ പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കണം. ഞാനിപ്പോൾ ഇത് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ, റൈസ് ബ്രാൻ ഓയിൽ, ഏറ്റവും നല്ലത് റൈസ് ബ്രാൻ ഓയിൽ ഉപയോഗിക്കുകയാണ്. അതാവും നമ്മളെ തടിക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക. നല്ല റൈസ് ബ്രാൻ ഓയിൽ RCM എന്ന ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് നല്ല റൈസ് ബ്രാൻ ഓയിൽ കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് വട ഉണ്ടാക്കി ഇട്ട് കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം ആ വട ഇതേമാതിരി കൈ എപ്പോഴും നനച്ചിട്ട് വേണം നമ്മൾ ഈ റോളുകൾ ഉണ്ടാക്കാൻ. എന്നാലേ അത് ശരിയായി കിട്ടുള്ളൂ, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. എന്നിട്ട് നമുക്ക് എണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ക്രിസ്പി ആവുന്നത് വരെ ഒന്ന് മുരിയിച്ചെടുക്കുക. അപ്പോൾ ഇതെല്ലാം വെന്ത് വരുന്നുണ്ട്. നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതേ ലെവലിലായി കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം എടുക്കാം. ഇതെടുത്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. തിന്നാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നമ്മളിതെല്ലാം കോരിയെടുത്തിട്ടുണ്ട്. ഇതേമാതിരി വട നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വടയാണ്. ഇപ്പോൾ എല്ലാം നമ്മൾ കോരിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ളായിട്ട് നമ്മളിതാ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഉണ്ടാക്കിയിട്ടില്ല, നമുക്ക് ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇപ്പോൾ കണ്ടില്ല, നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റാണ്, നല്ല ക്രിസ്പിയാണ്. കണ്ടാ, നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അത് നിങ്ങളൊന്ന് അത് വീട്ടിലുണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചക്ക കൊണ്ടും ഇതേമാതിരി ഉണ്ടാക്കിയെടുക്കാം. കണ്ടാ, നല്ല സോഫ്റ്റ്, നല്ല സ്മൂത്താണ്. കണ്ടാ, ഉഷാറാണ് സംഭവം. നല്ല രസകരമായിട്ട് നമുക്കുണ്ടാക്കാം. അപ്പോൾ പഴഞ്ചക്ക വീട്ടിലുണ്ടെങ്കിൽ ഒഴിവാക്കുകയൊന്നും വേണ്ട. പച്ച ചക്ക ഉണ്ടെങ്കിൽ നമുക്ക് ഇതേമാതിരി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.